ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹാബ്ല വിത്ത് എസ് ജി. അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലെ ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ട് അല്ലെ. നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ പലതരം ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. പലതരം സ്വഭാവമുള്ള പലതരം ബിഹേവിയേഴ്സ് ഉള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ ഇടപഴകുന്നത്. നമ്മൾ തന്നെ പലരോടും പല രീതിയിലാണ് പെരുമാറാറുള്ളത്. അതായത് നമ്മുടെ വീട്ടിൽ ഒരു തരത്തിലായിരിക്കാം പെരുമാറുന്നത്. ചിലര് എല്ലായിടത്തും ഒരുപോലെ പെരുമാറുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലര് വീട്ടിലൊരു സ്വഭാവമായിരിക്കാം, ചിലപ്പോൾ ജോലി സ്ഥലത്ത് ഒരു സ്വഭാവമായിരിക്കാം. ഇനി സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ അല്ല, കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോളേജിൽ ഒരു സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലൊരു ക്യാരക്ടർ ആയിരിക്കാം, പുറത്തു പോകുമ്പോൾ ഒരു ക്യാരക്ടർ ആയിരിക്കാം. നമ്മളിപ്പോഴും ഒരാളെ അപ്പിയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ അല്ല, ഫസ്റ്റ് എപ്പോഴും നമ്മൾ നമ്മുടെ ബിഹേവിയറാ കാണിക്കുക. അതായത് ഒരാളെ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ നല്ലത് കാണിക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ. ഒരിക്കലും നമ്മുടെ പൊട്ട കാണിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബാഡ്, ഒരു ഗ്രേ ഷെയ്ഡ് കാണിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കാറില്ല. അപ്പോ അതുപോലെ തന്നെ നമ്മൾ പല ആൾക്കാരായിട്ട് പല സ്വഭാവത്തിലാണ് നിൽക്കുന്നത്. അത് നമ്മൾ ആ പേഴ്സണായിട്ട് എത്ര കംഫർട്ടബിൾ ആവുന്നോ ആ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പേഴ്സണിനോട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന പോലെയല്ല ഞാൻ പുറത്തൊരു ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുക. അല്ലെങ്കിൽ ഞാൻ എന്റെ പേഷ്യൻസിനോട് ഇടപഴകുന്നതും എന്റെ വീട്ടിൽ ഇടപഴകുന്നതും എന്റെലി ഡിഫറെന്റ് ആണ്. കാരണം ഞാൻ എന്റെ വീട്ടിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. പക്ഷെ എന്റെ പേഷ്യന്റെ അടുത്ത് എന്റെ പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. എന്റെ വീട്ടില് എനിക്ക് എന്ത് ഫ്രീഡം എടുത്തിട്ട് വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് സംസാരിക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം കോൺഷ്യസ് ആയിട്ട് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതെ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇത്രയൊക്കെ കോൺഷ്യസ് ആയിട്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടും എന്റെ ടോണിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ സ്ലാങ്ങിന്റെ പ്രശ്നം കൊണ്ടോ എന്തൊക്കെയോ മിസ്കോണ്ടാക്റ്റോ മിസ്ലീഡിങ്ങോ പ്രശ്നം കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ ഞാൻ ചെന്നെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചെന്ന് ചാടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ കുറെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. കാരണം നമ്മളുടെ ടോൺ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം നമ്മൾ സംസാരിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നോർമൽ ടോണിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വളരെ നോർമൽ ആയിട്ടായിരിക്കാം സംസാരിക്കുന്നത്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് തോന്നുന്നത് വളരെയധികം ആർഗ്യുമെന്റൽ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിട്ടായിരിക്കാം തോന്നുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നത് അത് നോർമൽ ടോക്ക് ആയിരിക്കാം. ചിലപ്പോൾ അവർക്ക് തോന്നുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നതായിരിക്കാം. എന്റെ ലൈഫിൽ എനിക്കത് ഒരുപാട് തവണ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. എന്റെ ലൈഫിലെ മെയിൻ ഇഷ്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ടോൺ എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണത്. കാരണം എന്റെ ടോൺ ഇതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ ഹാർഷ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ മാക്സിമം പൊളൈറ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. കാരണം ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അതിനടിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ പല സിറ്റുവേഷൻസിലും ഞാൻ പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്നെ പലരും എന്റെ സ്വഭാവം കൊണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ ഒരു ഔട്ട്ലുക്കിൽ നമ്മളെ നോക്കുമ്പോൾ നമുക്കൊരു നിലപാടും നമ്മളെല്ലാം തുറന്നു പറയുന്ന ഒരാളായി കഴിഞ്ഞു കഴിഞ്ഞാല് അവര് ഇപ്പോഴും ഒരു ഹാർഷ് മെന്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ ഭയങ്കര തന്റേടി ഭയങ്കര അറഗന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് പൊതുവെ നമ്മുടെ സൊസൈറ്റി മുദ്ര കുത്താനുള്ള ഒരു ടെൻഡൻസിറ്റി നമ്മുടെ സൊസൈറ്റി കാണിക്കും. അപ്പോ അങ്ങനത്തെ ആൾക്കാര് മെയിൻ ആയിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ പ്രശ്നങ്ങളിലൊക്കെ ഫസ്റ്റ് പോയിട്ട് ചാടി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ മാക്സിമം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അങ്ങനത്തെ ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോ നമ്മളെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വരെ നമ്മളെ കുറിച്ച് പോകുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കാം, വേറെ തരത്തിലായിരിക്കാം. പറഞ്ഞു വരുന്നത് നമ്മൾ പലരിടത്തും പലതാണ്. അതുകൊണ്ട് ഒരാളെ മറ്റൊരാൾ, നമ്മൾ കാണാത്ത ഒരാളെ കുറിച്ച് നമ്മളോട് വന്ന് പറഞ്ഞു തരുമ്പോൾ അയാളെ കുറിച്ച് ഒരു പ്രിജുഡൈസ്മെന്റിൽ നമ്മൾ അത് എടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ന ആൾ അങ്ങനെയാണ്. കാരണം അയാളെ കുറിച്ച് നമുക്കറിയില്ല, നമ്മൾ ഇന്ന ആളെ കണ്ടിട്ടില്ല, നേരിട്ടൊരു പരിചയം ഇല്ലാത്ത ഒരാളാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അയാള് ചിലപ്പോ പരിചയപ്പെടുമ്പോ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല. ആ ആള് വേറെ തന്നെ എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കാം. നമുക്ക് അയാൾ തരുന്ന കംഫർട്ടബിൾ സ്പേസ് വേറെ ആയിരിക്കാം. നമുക്ക് സംസാരിക്കാൻ തരുന്ന ആ എക്സ്പ്രഷൻ തരുന്ന നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ തരുന്ന സ്പേസ് വേറെ ആയിരിക്കാം. അപ്പൊ നമുക്ക് തോന്നും നമ്മൾ
വിചാരിച്ച ആളെ ആയിരിക്കില്ല. അപ്പൊ അവിടെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെ മാറിയിട്ടുണ്ടാവും. മറ്റൊരാൾ വേറൊരാളെ കുറിച്ച് പറയുന്നത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ഓക്കെ, കേട്ട് ഓക്കെ ശരി എന്ന് പറയാം. പക്ഷെ നമുക്ക് നേരിട്ടൊരു അനുഭവം വരാതെ നമ്മൾ ഇന്നൊരാളെ കുറിച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്ന് വിചാരിച്ചിട്ട് എല്ലാം മേടിച്ചു വെക്കാനല്ല ഞാൻ പറയുന്നത്, എല്ലാ വള്ളിയും പിടിച്ചു വെക്കാനല്ല ഞാൻ പറയുന്നത്. മാക്സിമം നമുക്കൊരു നേരിട്ട് അനുഭവം വരാതെ അയാളെ കുറിച്ച് വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് വരെ ഒരാളെ കുറിച്ച് മോശം പറയുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം നമ്മുടെ ചുറ്റും. അപ്പോ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണോ? അതുകൊണ്ട് ഒരുപാട് മെന്റൽ ഇഷ്യൂസും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും പല സിറ്റുവേഷൻസിൽ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ടോണിന്റെ പ്രശ്നങ്ങളും എനിക്ക് പല സിറ്റുവേഷൻസിൽ അത് ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ട്രഗിൾ അല്ല. ഇപ്പൊ ഇവൻ എന്റെ കോളേജ് ലൈഫിലായാൽ പോലും എന്റെ ടീച്ചേഴ്സിന്റെ മുന്നിലൊക്കെ ഞാനൊരു അരഗൻ ഫേസ് ആണ്, ഒരു അരഗൻ പിക്ചർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സിന് അറിയാം എന്റെ അരഗൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം ഞാൻ എന്താന്നുള്ള സ്പേസ് അവർക്ക് അറിയാം. അവരുടെ മുന്നില് എന്നെ കാണുന്ന ഒരു 2 മിനിറ്റില് ഞാൻ സംസാരിക്കുന്ന സ്ലാങ് വെച്ചിട്ടല്ല എന്നെ ജഡ്ജ് ചെയ്യേണ്ടത്. എന്നെ കൂടുതൽ അറിഞ്ഞതിന് ശേഷം എന്നെ ജഡ്ജ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്ന ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങളോട് മറ്റൊരാളെ കുറിച്ച് പറയുന്ന ആ ഒരു വാക്കിലല്ല നിങ്ങൾ അയാളെ ജഡ്ജ് ചെയ്യേണ്ടത്. അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അയാൾ നിങ്ങളോട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് അയാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം നമ്മളൊരാളെ വിലയിരുത്തേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, പലരും നമ്മളെ കുറിച്ച് പലതും പറഞ്ഞോട്ടെ, എന്തു വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. അതല്ലാന്ന് തെളിയിക്കുന്ന ഒരു സമയം വരെ അവരത് പറഞ്ഞോട്ടെ. അതല്ലാന്ന് തെളിയിക്കുന്ന ഒരു സമയം എത്തും. ആ സമയത്ത് അത് തെളിഞ്ഞോട്ടെ. അതുവരെ നമ്മളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന കുറച്ചു പേരുണ്ട്. ആ കുറച്ചു പേര് നമ്മുടെ ചുറ്റും ഉണ്ടായാൽ മതി. ആ കുറച്ചു പേര് മതി നമ്മളെ മുന്നോട്ട് നമ്മുടെ ലൈഫിൽ നയിക്കാൻ വേണ്ടിയിട്ട്. ആ കുറച്ചു പേര് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നല്ലത് വരുമ്പോ സന്തോഷിക്കാൻ. പിന്നെ നമ്മുടെ ചുറ്റും നമുക്ക് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, സന്തോഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, സങ്കടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നെഗറ്റിവിറ്റി അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ ലൈഫിൽ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തുക. മാക്സിമം അവരെന്ത് ചെയ്താലും അവരെന്ത് പറഞ്ഞാലും അവരെ മാക്സിമം ലൈഫിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. നമുക്ക് സന്തോഷം വന്നു കഴിഞ്ഞാലും സങ്കടം വന്നു കഴിഞ്ഞാലും കൂടെ നിൽക്കുന്ന വിരലിലെണ്ണാവുന്ന ആൾക്കാരുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ മതി. അത്ര ആൾക്കാർ മതി. ആ ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൂ. കുറെ ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റി ഓഫ് പീപ്പിൾ ആണ് കാര്യം. കേട്ടിട്ടില്ലേ? അതാണ്. കുറച്ചു പേര് മതി, 2 പേരേ ഉള്ളൂ. ആ 2 പേര് മതി. ആ 2 പേര് വെച്ച് നിങ്ങൾക്ക് ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട്